يوافي نعمه ويكافي مزيده. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن وإذا الذي بينك وبينه عداوة كأنه ولي حميم. عن ابن مسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم بدأ الإسلام غريبا وسيعود كما بدأ وطوبى للغرباء الذين يصلحون ما أفسد الناس. وقال الشاعر تعش الإله وأنت تظهر حبه هذا لعمري في القياس بديع. لو كان حبك صادقا لأطعته إن المحب لمن يحب مطيع. ആദരണീയരായ സത്യവിശ്വാസിനികളെ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മതം, മാനവികത, നവോത്ഥാനം എന്ന കാലിക പ്രസക്തമായ ഒരു പ്രമേയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 2014 ഏപ്രിൽ 6, 7, 8, 9 തീയതികളിൽ മലപ്പുറം കോട്ടക്കലിലെ എടരിക്കോട് വെച്ച് മുജാഹിദ് 8ാം സംസ്ഥാന സമ്മേളനം വൈവിധ്യമാർന്ന സമ്മേളനങ്ങളോടുകൂടി നടത്താൻ പോകുന്നു ഇൻഷാ അല്ലാഹ്. ആ സമ്മേളനത്തിന്റെ പന്തലിങ്ങൽ യൂണിറ്റ് KNM, ISM, MSM, MGM യൂണിറ്റുകൾ സംഘടിപ്പിച്ച ഒരു പ്രചരണ പരിപാടിയാണ് ഇത്. ഒരു സുദീർഘമായ പ്രസംഗം ചെയ്യുവാൻ ഏതായിരുന്നാലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുവാൻ പ്രഗത്ഭ വാഗ്മിയും MSMന്റെ സാരഥിയുമായ റിയാസ് ഉലാമന്തോൾ ഉണ്ട്. അദ്ദേഹം ഏതാനും നിമിഷത്തിനകം ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതാനും ചില കാര്യങ്ങൾ മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്വാഗത ഭാഷണത്തിൽ കേട്ടതുപോലെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്ലാഹി പ്രസ്ഥാനം എത്തിയിട്ടുള്ള ഒരു നാടാണ് ഇത്. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം എന്ത്, മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ സമൂഹത്തിൽ നിർവഹിക്കുവാനുള്ള ദൗത്യം എന്ത് എന്ന് കൂടുതൽ നീട്ടിപ്പരത്തി പറയേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. വിശ്വാസപരമായും കർമ്മപരമായും കാലാകാലങ്ങളിൽ അപജയങ്ങൾ സമൂഹത്തിൽ കണ്ടുവരാറുണ്ട്. അതിൽ നിന്ന് ഒരിക്കലും വ്യത്യസ്തമായിരുന്നില്ല നമ്മുടെ കേരള സംസ്ഥാനവും. ഇത് മനസ്സിലാക്കണമെങ്കിൽ
1921 മുമ്പുള്ള കേരളത്തിലേക്ക് നാം കണ്ണോടിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയ വിപ്ലവാത്മകമായ ചലനങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇരുണ്ട കേരളമെന്ന് പറഞ്ഞുകൊണ്ട് മർഹൂം ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായിരുന്ന KC എഴുതിയ ഒരു ലഘുലേഖയുണ്ട്. ആ ലഘുലേഖയിൽ നവോത്ഥാന പ്രസ്ഥാനം ഈ കേരളക്കരയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. സത്യസന്ധമായ രൂപത്തിലുള്ള ഒരു വിലയിരുത്തലായിട്ട് വേണം നമുക്ക് അതിനെ കാണുവാൻ. നിങ്ങൾ എന്തായാലും വിശ്വാസപരമായിട്ടുള്ള വിശ്വാസ രംഗത്തുള്ള നമ്മുടെ മുസ്ലിം സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും അവസ്ഥ, പ്രവാചകന്മാർ അഖിലവും പ്രബോധനം ചെയ്ത ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ, വിളിച്ചു തേടപ്പെടുവാൻ അവകാശപ്പെട്ടവൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന മഹത്തായ ആദർശത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന രൂപത്തിലുള്ള വിശ്വാസങ്ങളല്ലേ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴും പല ഭാഗങ്ങളിലും ആ രൂപത്തിലുള്ള വിശ്വാസം നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം ഈ വിശ്വാസപരമായ കാര്യത്തിനാണ് ഊന്നൽ നൽകിയിട്ടുള്ളത്. എക്കാലത്തും പരമപ്രധാനമായി ഇക്കാര്യം സമൂഹത്തെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ആദർശപരമായിട്ടുള്ള കാര്യത്തിന്, ഈ തൗഹീദിന് പ്രാധാന്യം കൽപ്പിക്കപ്പെടാത്തൊരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഒരൊറ്റ മുജാഹിദിനെയും ഈ പ്രസ്ഥാനത്തിലേക്ക് കിട്ടുകയില്ല. ഈ ആളുകൾ മുഴുവനും ഈ പ്രസ്ഥാനത്തിൽ അണിചേർന്നിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ മഹത്തായ ആദർശം അംഗീകരിക്കുന്നത് കൊണ്ടാണ്. ഇത് ഏവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. EK അഹമ്മദ് കുട്ടി സാഹിബിന്റെയും CT ഉമർ സുല്ലമിയുടെയും ഒക്കെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള ജദ്വത്തുൽ മുജാഹിദീൻ, അതുപോലെ അതിന്റെ യുവ വിഭാഗമായ ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ, അതിന്റെ വിദ്യാർത്ഥി ഘടകമായ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ്, അതുപോലെ MGM, ഈ സംഘടനകൾക്കൊക്കെയും പണ്ഡിതോചിതമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കേരള ജംഇയ്യത്തുൽ ഉലമ, ഇവരൊക്കെയും ഈ ഒരു ആദർശത്തിനാണ് ഊന്നൽ നൽകുന്നത്. എക്കാലവും അങ്ങനെ തന്നെയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആരംഭം തൊട്ട് ഇന്നുവരേക്കും യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത വിധത്തിൽ ആ ആദർശത്തിൽ ഉറച്ചു നിൽക്കുകയും അതിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപസ്വരങ്ങൾ പിൽക്കാലത്തുണ്ടായി. വ്യക്തിവിരോധത്തിന്റെ പേരിൽ മഹത്തായ ആദർശ പ്രസ്ഥാനത്തിനു വേണ്ടി രാപ്പകൽ ഭേദമന്യേ ഓടി നടന്ന് ദഅവത്ത് നടത്തിയ പണ്ഡിതന്മാരെ ആദർശ വ്യതിയാനം ഉള്ളവരായി ചിത്രീകരിക്കുവാൻ ചില ഉത്സിത ശ്രമങ്ങൾ നടത്തി. പക്ഷേ അത് നിലപ്പോയില്ല. സർവശക്തനായ അല്ലാഹു ഈ പ്രസ്ഥാനത്തെ കാത്തുരക്ഷിച്ചു. നിസ്വാർത്ഥരായ ത്യാഗ മനസ്ഥിതിയുള്ള നേതാക്കന്മാരും പണ്ഡിതന്മാരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ചതിന്റെ വിജയമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അക്കാലത്തൊക്കെ ആദർശ വ്യതിയാനം പറഞ്ഞു പ്രചരിപ്പിച്ചിരുന്ന ആളുകൾ അന്നത്തെ വാദങ്ങൾ ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നില്ല. കാലം അവരെ കൊണ്ട് തന്നെ തിരുത്തിച്ചു. ഈ പറയുന്നതൊക്കെ വെറും പൊയ്വാക്കുകളാണ് എന്ന് ഈ പറഞ്ഞു നടന്നിരുന്ന ചില ആളുകൾ തന്നെ വൈകിയെങ്കിലും സമ്മതിച്ചു. വൈകിയെങ്കിലും അവരുടെ പ്രസിദ്ധീകരണങ്ങൾ എഴുതി അവരുടെ നാവുകളിലൂടെ പറയാൻ തുടങ്ങി. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മർഹൂം KM മൗലവിയും
മർഹൂം MV അബ്ദുസ്സലാം മൗലവിയും. അവരാണല്ലോ കേരള നദുവത്തുൽ മുജാഹിദിന്റെ സ്ഥാപക നേതാക്കന്മാർ. ആ നേതാക്കന്മാർ അന്ന് വിശ്വസിച്ച, അന്ന് പറഞ്ഞ അതേ ആദർശത്തിൽ തന്നെയാണ് ഇന്നും കേരള നദുവത്തുൽ മുജാഹിദീനും അതിന്റെ പോഷക സംഘടനകളും നിലയുറപ്പിച്ചിട്ടുള്ളത്. ഒരിക്കലും അതിൽ അലവലേശം പോലും വിട്ടുവീഴ്ച ഈ പ്രസ്ഥാനം കൽപ്പിച്ചിട്ടില്ല. അതിനുവേണ്ടിയാണ് പത്രങ്ങൾ മുഴുവനും എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. ആ വിഷയത്തിൽ ശ്ലാഘനീയമായ പങ്കാണ് ഷബാബ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഷബാബിന്റെ പേജുകൾ, താളുകൾ ആ ആദർശ പ്രചരണത്തിന് വേണ്ടി അന്ന് നിരത്തി വെച്ചു. ഇന്നും ആ പ്രവർത്തനങ്ങൾ അപങ്കുരമായി ഈ പത്രം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അതിന്റെ ഓരോ ആളുകളും ഈ സംഗതി ഉറക്കെ ജനമധ്യത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ അപജയം സംഭവിച്ചത് മുസ്ലിങ്ങൾ ആദർശപരമായി സ്വീകരിക്കേണ്ടുന്ന പ്രമാണങ്ങൾ എന്തായിരിക്കണം എന്ന കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം അന്നേ പറഞ്ഞു, നാം ഏതൊരു കാര്യം വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. പരിശുദ്ധ ഖുർആനിന്റെ നസ്സിന് നിരക്കാത്ത കാര്യങ്ങൾ മറ്റ് എന്തിൽ കണ്ടാലും അത് മുഖം നോക്കാതെ വലിച്ചെറിയണം. ഖുർആനിനെതിരിൽ ഹദീസുകൾ വന്നാൽ അത് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയണം എന്ന് മുജാഹിദ് പ്രസ്ഥാനം അക്കാലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില ആളുകൾ ഒരു തഹ്ദീദ് നടത്തി. ഖുർആൻ മാത്രം മതി, ഹദീസുകളൊന്നും വേണ്ട എന്നാണ് ഇപ്പോൾ ഒരു വിഭാഗം മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത ആരോപണങ്ങൾ ഈ പ്രസ്ഥാനത്തിന് നേരെയും ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾക്ക് നേരെയും പ്രയോഗിക്കാൻ തുടങ്ങി. വിനീതമായി അവരോട് പറയാനുള്ളത് ഹദീസുകൾ വേണ്ട എന്നല്ല. ചേകനൂർ മൗലവി, മോഡേണിസ്റ്റുകളുടെ നേതാവായിരുന്ന ചേകനൂർ മൗലവി ഖുർആൻ മാത്രം മതി, ഹദീസുകൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ശക്തമായി പ്രചാരണം നടത്തിയ ആളുകളാണ് നമ്മൾ. നോക്കൂ നിങ്ങൾ, ചേകന്നൂർ മൗലവി അദ്ദേഹത്തിന്റെ പിഴച്ച വാദങ്ങൾ എഴുന്നള്ളിച്ചപ്പോൾ അതിനെതിരെ ശക്തമായി ഗ്രന്ഥമിറക്കിക്കൊണ്ട് നഖശികാന്തം അതിനെ എതിർത്ത് പ്രസിദ്ധീകരണങ്ങൾ ഇറക്കിയതാണ് ജനാബ് അബ്ദുസ്സലാം സുലമി അവர்கள். അത് നിങ്ങൾ ഏവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ആ വിഷയവുമായി അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ ഫലപ്രദമായ രൂപത്തിൽ ചേകന്നിൽ ഒരിസത്തെ എതിർത്തുകൊണ്ട് അദ്ദേഹം പുസ്തകം ഇറക്കിയിട്ടുണ്ട്, ഇപ്പോഴും ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഹദീസുകളെ കുറിച്ച് അവഗാഹ പഠനം നടത്തുകയും അതിനെക്കുറിച്ച് റിസർച്ച് നടത്തുകയും ചെയ്ത ആ മഹാപണ്ഡിതനെ കുറിച്ചാണ് ചില ആളുകൾ ഹദീസ് നിഷേധി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഹദീസ് നിഷേധിച്ചിട്ടുണ്ടോ? ഒരു ഹദീസിനെയും അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. നേരെ മറിച്ച് ഒരു ഹദീസ് സ്വീകരിക്കുവാൻ എന്തൊക്കെ മാനദണ്ഡങ്ങളുണ്ട് എന്ന് പൂർവീകനായ ആളുകൾ അവരുടെ നിദാന ശാസ്ത്രത്തിൽ, ഹദീസ് നിദാന ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ നിദാന ശാസ്ത്രത്തിൽ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം ഹദീസുകളെ സംബന്ധിച്ച് വിശകലനം നടത്തിയിട്ടുണ്ട്. എന്താണത്? ഖുർആനിന്റെ നസ്സിന് നിരക്കാത്ത ഹദീസ് ആര് തന്നെ റിപ്പോർട്ട് ചെയ്തതാണെങ്കിലും അത് സ്വീകരിക്കാൻ പാടില്ല. മറ്റൊന്ന്, പ്രാഥമികമായ ബുദ്ധിയുണ്ട് മനുഷ്യർക്ക്. ആ പ്രാഥമികമായ ബുദ്ധിക്കെതിരായി വരുന്ന ഹദീസുകൾ അതും സ്വീകരിക്കാൻ പാടില്ല. ഇത് അബ്ദുസ്സലാം സുലമിയുടെ കണ്ടുപിടുത്തമല്ല, അല്ലെങ്കിൽ ചില ആളുകൾ ആക്ഷേപിക്കുന്നത് പോലെ മടമൂരിസത്തിലുള്ള ആൾക്കാരുടെ കണ്ടുപിടുത്തമല്ല. മറിച്ച് ലോക മുസ്ലിം ഹദീസ് പണ്ഡിതന്മാർ ഹദീസുകളെ സ്വീകരിക്കുവാൻ പറഞ്ഞ മാനദണ്ഡങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ചർച്ചകളാണിത് എന്നൊക്കെ നാം മനസ്സിലാക്കണം. എന്തിനധികം പറയണം, ഭാഷ സ്ഫുടത പോലും ഇല്ലാത്ത ചില പദങ്ങൾ ഉൾക്കൊള്ളുന്നത് അതും ഹദീസിന്റെ സ്വീകാര്യതക്ക് തടസ്സമായി വരുമെന്ന് ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ പറയുന്നത് എന്താ?
ഇനി ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ട് ഹദീസിനെ വ്യാഖ്യാനിച്ചാൽ അതെങ്ങനെയാണ് ഹദീസ് നിഷേധമാവുക? ഉദാഹരണമായിട്ട് നോക്കൂ നിങ്ങൾ, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ പേരെന്താ? മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം ഇബ്നുൽ മുഗീറത്തുൽ ബുഖാരി, അതാ മുഴുവൻ പേര്. ആ ഇമാം ബുഖാരി, ബുഖാരി എന്നത് ബുഖാറ എന്ന സ്ഥലത്തിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ബുഖാരി എന്ന പേരിൽ അദ്ദേഹത്തിനെ വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്നാണ്. അദ്ദേഹമാണ് ഹദീസ് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും വിശ്വസനീയമായ പണ്ഡിതൻ. അതുപോലെ ഹദീസ് ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിശ്വസനീയമായ ഹദീസ് ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയാണ്. ആ സ്വഹീഹുൽ ബുഖാരിയിൽ പോലും, ഇമാം ബുഖാരിയുടെ ഹദീസുകളിൽ പോലും 200-ലധികം ഹദീസുകൾ വിമർശന വിധേയമായ ഹദീസുകൾ ഉണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞതല്ല, അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തവുമല്ല, മറിച്ച് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായം അദ്ദേഹം എടുത്തു കൊടുത്തു. ഫതുഹുൽ ബാരി, സ്വഹീഹുൽ ബുഖാരിയുടെ ഹാഷിയ അഥവാ വിശദീകരണ ഗ്രന്ഥമാണ് ഫതുഹുൽ ബാരി. ആ ഫതുഹുൽ ബാരി മറിച്ചു നോക്കിയാൽ ഇത് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. ഞാൻ ചോദിക്കട്ടെ, ഹദീസ് നിഷേധികൾ എന്ന് പറഞ്ഞ് പെരുമ്പറയടിക്കുന്ന ചില ആളുകൾ, അവരുടെ മുമ്പിൽ ഒരു 50 ഹദീസുകൾ ഞാൻ ഇട്ടുകൊടുക്കുന്നു. സ്വഹീഹുൽ ബുഖാരിയിൽ ഉള്ള ഹദീസുകൾ ബുഖാരിയിലൊരു 50 ഹദീസുകൾ. ആ ഹദീസുകളെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടും ആരോപണം ഉന്നയിക്കപ്പെട്ട ഹദീസുകളാണ്. അതിൽ ദുർബലതയുണ്ട്. ആ ഹദീസിന്റെ പരമ്പരയിലും ഹദീസിന്റെ മത്നിലും തകരാറുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ അതെങ്ങനെ നിഷേധമാകും? അത് പറഞ്ഞത് അബ്ദുസ്സലാം സുല്ലമിയാണെങ്കിൽ അത് അദ്ദേഹം പറഞ്ഞത് മുൻഗാമികളായ ഹദീസ് പണ്ഡിതന്മാരുടെ കിതാബുകൾ മുമ്പിൽ വെച്ചുകൊണ്ടാണ്. അപ്പൊ അതിന്റെ പേരിൽ അദ്ദേഹത്തെ പ്രതിക്കൂട്ടിൽ കയറ്റേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനിയും അതുപോലെ ഇമാം ദഹബിയും അതുപോലെയുള്ള ഹദീസ് പണ്ഡിതന്മാരുമൊക്കെ ഹദീസ് നിഷേധികളാണെന്ന് പറയേണ്ടതായിട്ട് വരും. ചിലർ ആക്ഷേപമല്ല ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ആളുകൾ വിചാരിച്ചത് എന്താണെന്നറിയോ? ഒരു 4 കൊല്ലം മദീന യൂണിവേഴ്സിറ്റിയിൽ ഒരു വിദ്യാർത്ഥിയായി ചേർന്നാൽ പിന്നെ മഹാ ഹദീസ് പണ്ഡിതനായി ആൾക്കാരെ വിചാരം. അപ്പൊ അവര് പറഞ്ഞു കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്ന് പ്രസംഗിക്കുന്ന ചില കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഹദീസ് നിഷേധികൾ എന്ന് പറഞ്ഞുകൊണ്ട് ആരെയെങ്കിലും മുദ്ര കുത്തുന്നുവെങ്കിൽ ആ കുട്ടികൾ അവർ പറയുന്ന അതിന്റെ ഗൗരവം ശരിയായി മനസ്സിലാക്കണമെന്ന് മാത്രമാണ് ആ വിഷയമായിട്ട് ഉണർത്താനുള്ളത്. കൂടുതൽ ആ വിഷയത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസപരമായ കാര്യമാവട്ടെ, കർമ്മ രംഗത്തുള്ള കാര്യമാവട്ടെ, അതിന് രേഖകൾ വേണം. അല്ലാഹുവിന്റെ പ്രവാചകൻ എങ്ങനെയാണോ ചെയ്തത് അത് നോക്കിയിട്ടാണ് നാം അമൽ ചെയ്യേണ്ടത്. ഏതോ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു അത്രേ മുജാഹിദുകൾ കയ്യെവിടെ കെട്ടണം, അതുപോലെ കയ്യ എങ്ങനെ വെക്കണം, ഇത്തരം കാര്യത്തിലാണ് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ വിഷയങ്ങളിലല്ല തർക്കിക്കേണ്ടത് എന്ന് ചിലർ പറഞ്ഞത്രേ. അത് സ്ഥിരമായിട്ട് പണ്ട് പറഞ്ഞിരുന്ന ഒരു ശൈലിയാണ്. ആ ശൈലി ഇപ്പോഴും പയറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. യഥാർത്ഥത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂല് നമസ്കരിക്കുമ്പോൾ കൈ എങ്ങനെ ഉയർത്തി, കൈ എവിടെ കിട്ടിയെന്ന് ഹദീസുകളിൽ വന്നാൽ ആ ഹദീസ് അനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യണം. അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ലേ? അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്നതിൽ കവിഞ്ഞു മറ്റൊന്നും മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ചെയ്തിട്ടില്ല. അത്തഹിയ്യാത്തിലിരിക്കുമ്പോൾ കൈ എങ്ങനെ വെക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച രൂപത്തിൽ സമൂഹത്തിന് ജനങ്ങൾ മുജാഹിദുകൾ പറഞ്ഞു കൊടുക്കുന്നു. എന്തുകൊണ്ട്? സ്വല്ലു
കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എപ്രകാരം നമസ്കരിക്കുന്നതായി നിങ്ങൾ എന്നെ കണ്ടുവോ അപ്രകാരം നിങ്ങൾ നമസ്കരിക്കുക. പ്രവാചകൻ നമസ്കരിച്ചത് സ്വഹാബികൾ കണ്ടിട്ടുണ്ട്. പ്രവാചകൻ കൈകൾ ഉയർത്തിയതും പ്രവാചകന്റെ കൈ വെച്ചതും അതുപോലെ അത്തഹിയ്യാത്തിൽ ഇരുന്നതും കൈകൾ വെച്ചതും ഒക്കെ പ്രവാചകൻ കണ്ടിട്ടുണ്ട്. അത് ഹദീസുകളിൽ വരുമ്പോൾ അതാണ് പ്രവാചകന്റെ ചര്യ എന്ന് മുജാഹിദുകൾ പറയുമ്പോൾ അതെങ്ങനെയാണ് കുഴപ്പമുണ്ടാക്കലാവുക? അതൊരിക്കലും കുഴപ്പമുണ്ടാക്കലാവുകയില്ല. ഈ ഒരു തിരിച്ചറിവ് മുജാഹിദ് പ്രസ്ഥാനത്തിനെ വിമർശിക്കുന്ന ആളുകൾക്കുണ്ടാവണം എന്ന് മാത്രം ആ വിഷയകമായിട്ട് ഉണർത്തുകയാണ്. മറ്റു വിഷയത്തെ കുറിച്ചൊന്നും ഇപ്പൊ ഞാനിവിടെ സംസാരിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ പറഞ്ഞതാണ് ദീൻ. ആ ഖുർആൻ പറഞ്ഞതനുസരിച്ചുകൊണ്ട് നമ്മൾ അമൽ ചെയ്യണം. അപ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട ഹദീസുകൾ കാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിക്കപ്പെട്ട